ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫീബെ മിനിസ്ട്രിയിലെ ഈ ക്രിസ്തുമസിന്റെ 25 ദിവസവും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സ്നേഹമുള്ള ആത്മീയ മക്കളെ, ഏവർക്കും ക്രിസ്തുമസിന്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. ഇന്നത്തെ ധ്യാന വിഷയമായി നമ്മൾ എടുക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 56 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം ഏവർക്കും സുപരിചിതവും പ്രിയങ്കരവുമാണ് ഈ തിരുവചന ഭാഗങ്ങൾ. ധ്യാനപൂർവം ഈ തിരുവചന ഭാഗങ്ങളിലൂടെ ഞാൻ കണ്ണോടിച്ചു പോയപ്പോൾ അവസാന ഭാഗത്തായിട്ട് പരിശുദ്ധ അമ്മ സ്തോത്രഗീതത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്: ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരെ അവിടുന്ന് ചിതറിച്ചു, ശക്തരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. തന്റെ ഭുജം കൊണ്ട് അവിടുന്ന് ശക്തി പ്രകടിപ്പിച്ചു. ഈ വചനം എന്റെ മനസ്സിനെ ഒരുപാട് സ്പർശിച്ചു. നോക്കുക, ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിക്കുന്ന പരിശുദ്ധമ്മ, ശക്തരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിടുന്ന പരിശുദ്ധമ്മ, എളിയവരെ ഉയർത്തും. ഹൃദയത്തിൽ അഹങ്കരിച്ചാൽ, ജീവിതത്തിലല്ല, ഹൃദയത്തിൽ അഹങ്കരിച്ചാൽ അവരെ ചിതറിച്ചു കളയും. ഇതൊക്കെയാണ് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. ഈ തിരുവചന ഭാഗം ഇവിടെ നിൽക്കെ ഞാൻ ബൈബിൾ ഒന്ന് ബാക്കിലേക്ക് മറിച്ചു. അവിടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 12 മുതലുള്ള വചനങ്ങള് നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമാണ്. ഈശോയുടെ ദേവാലയ ശുദ്ധീകരണം. അവിടുന്ന് ശക്തരെ നിലം പരിശാക്കുന്നു, പ്രാവുകളെയും കച്ചവടക്കാരെയും ഒക്കെ തൂത്തുവാരി ഇതെന്റെ പിതാവിന്റെ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നു. ഈ 2 ഭാഗം കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോഴേ പരിശുദ്ധ അമ്മ ഗർഭിണിയായിരുന്ന സമയത്ത് അവളുടെ ഉദരത്തിലുണ്ടായിരുന്ന ശിശു തന്റെ അമ്മയുടെ സംസാരവും പ്രവർത്തനവും പ്രാർത്ഥനയും പിതാവായ ദൈവത്തോടുള്ള അവളുടെ അഭേദ്യമായ ബന്ധം, അതാണല്ലോ അനുസരണത്താൽ അവൾ കീഴ്വഴങ്ങിയത്. വിവാഹത്തിന് മുമ്പേ ശിശുവിനെ സ്വീകരിക്കാൻ അവളുടെ മനസ്സൊരുക്ക് പാകപ്പെടുത്തിയത് അതാണല്ലോ. അപ്പൊ ഇതൊക്കെ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ കിടന്നിരുന്ന ശിശു അക്ഷരശ പഠിച്ചെടുത്തു. അഥവാ അവന്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഒരു പടി കൂടെ മുന്നോട്ട് വെച്ച് പറയുകയാണ്, ഇതെന്റെ പിതാവിന്റെ ആലയം, പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അവിടുന്ന് എത്ര ധീരതയോടുകൂടെയാണ് ഈ കച്ചവടക്കാരെയും, പാരമ്പര്യമുള്ള കച്ചവടമാണ്, കച്ചവടക്കാരെയും പ്രാവുകളെയും എല്ലാം തട്ടി മറിച്ചിടാൻ മാത്രം അവൻ എവിടെ നിന്ന് ശക്തി കിട്ടി? ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ച, ശക്തരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ട പരിശുദ്ധ അമ്മയുടെ ആത്മീയതയുടെ നിറക്കൂട്ടാണ് തന്റെ ജീവിതത്തിൽ അലിയിച്ചു ചേർക്കാൻ പുത്രനായ യേശു തയ്യാറായി. വീണ്ടും അവളുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, പരിശുദ്ധ അമ്മ തിടുക്കത്തിൽ എലീശമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്ത്? ഗബ്രിയേൽ ദേവദൂതൻ പറഞ്ഞു, നിങ്ങൾക്കറിയാമല്ലോ, ദേവദൂതൻ പറഞ്ഞു. ഒരു ഉദാഹരണം കൂടി പറയുകയാണ്. സംഭവം, നിന്റെ ഇളയമ്മയും ഗർഭിണിയാ, നീ വിശ്വസിക്കടി മോളെയെന്ന്. അവൾ വിശ്വസിച്ചു. അവൾ ഒന്നുകൂടി പോയി കണ്ടു. തിടുക്കത്തിലായിരുന്നു യാത്ര. ഈ തിടുക്കത്തിലുള്ള യാത്രയാണ് 12-ാം വയസ്സിൽ, സമയമാകുന്നതിന് മുൻപേ കാനായിലെ കല്യാണത്തിലെ ഈശോ പറയുന്നില്ലേ, അമ്മേ എനിക്കും നിനക്കും എന്ത്, ഇനിയും എന്റെ സമയമായിട്ടില്ല എന്ന് പരിശുദ്ധ അമ്മയോട് ചോദിച്ച അതേ പുത്രൻ തന്നെയാണ് 12-ാം വയസ്സിൽ അവന് തിടുക്കമായി പിതാവിനെ കുറിച്ച് പ്രഘോഷിക്കാൻ, അനുഭവിച്ചറിഞ്ഞ പിതാവിന്റെ സ്നേഹം ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ തയ്യാറായത് കൊണ്ടാണ് 12-ാം വയസ്സിൽ ദേവാലയത്തിൽ അവനെ കാണാതായതും. അമ്മ വന്ന് ചോദിക്കുന്നുണ്ട്, നിന്റെ അപ്പനും ഞാനും എത്രയോ അന്വേഷിച്ച് നടന്നു മോനെ എന്ന് ചോദിക്കുമ്പോൾ മോൻ പറയുന്നൊരു തിരുവചനമുണ്ട്, ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടതെന്ന് നിനക്കറിഞ്ഞുകൂടെ? അതെ, അമ്മയുടെ ഉദരത്തിലുണ്ടായപ്പോൾ അമ്മയിൽ നിന്നിരുന്ന തിടുക്കം, ആത്മീയമായ തിടുക്കം മകന്റെ ജീവിതത്തിൽ ഒരുപടി കൂടെ മുന്നോട്ട് വെച്ചു. തിടുക്കത്തിൽ അവൻ പിതാവിന്റെ സ്നേഹം ലോകത്തിന് പകർത്തു കൊടുക്കുകയാണ്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ
ഈ ഗർഭസ്ഥാവസ്ഥയിൽ എനിക്കും നിനക്കും ഒന്ന് പറയാനുള്ളൂ. ഗർഭിണിയായ സ്ത്രീകൾ തങ്ങളുടെ ഉദരത്തിൽ ശിശുവിനെ എത്രമാത്രം ആത്മീയതയിൽ അവനെ പാകപ്പെടുത്തുന്നുവോ, ഞാൻ എന്തുമാത്രം നന്മപ്രവർത്തികൾ അലസത കൂടാതെ ചെയ്യുന്നുവോ, ഞാൻ എത്ര സമയം എന്റെ പിതാവിന്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുന്നുവോ, അതൊക്കെ നിന്റെ മകനും നിന്റെ മകളും ചെയ്യും എന്ന് ഞാനല്ല, പരിശുദ്ധ അമ്മ തിരുവചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. അമ്മയുടെ മടിയിലിരുന്നാണ് പുത്രനായ ഈശോ ബാലപാഠങ്ങൾ ആത്മീയതയുടെ പഠിച്ചെടുത്തത്, അറിവില്ലാണ്ടല്ല. നിന്റെ മടിയിലിരുന്ന് വളരുന്ന കുഞ്ഞിനെ ആത്മീയതയുടെ നിറക്കൂട്ട് പകർത്തു കൊടുക്കുവാനുള്ള ആത്മീയ ചൈതന്യം അമ്മമാരുടെ മനസ്സിലുണ്ടാകണം. ഈ ക്രിസ്തുമസിന്റെ അടുത്ത ദിനങ്ങളിലേക്ക് ഒരുങ്ങുമ്പോൾ ഗർഭിണികളായ എല്ലാവരെയും ഈ സമയം ഞങ്ങൾ ഓർക്കുകയാണ്. നമുക്ക് കരങ്ങൾ കൂപ്പാം. പരിശുദ്ധ അമ്മേ മാതാവേ, എല്ലാ ഗർഭസ്ഥ ശിശുക്കളെയും ഗർഭിണികളെയും ഞങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കുന്നു. കുഞ്ഞുങ്ങളെ ആത്മീയതയിൽ വളർത്തുവാൻ തക്ക വിധം അവരുടെ മനസ്സുകളെ പാകപ്പെടുത്തിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുവാവമാരെയും കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഏവർക്കും ക്രിസ്തുമസിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.